നമസ്കാരം. ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെയും തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് ഡോക്ക് ചെയ്യാനോ അതിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ പ്രവർത്തിക്കാനോ അനുവദിക്കില്ല എന്ന് ശ്രീലങ്കയെ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ തന്ത്രപരവും സുരക്ഷാപരവുമായ ആശങ്കകൾ മാനിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയുടെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീലങ്ക വളരെ പോസിറ്റീവായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ചൈനീസ് ഗവേഷണ കപ്പലുകളും ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കറുകളും ഹൈഡ്രോഗ്രാഫിക് കപ്പലുകളും മറ്റും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രവേശിച്ചുകൊണ്ട് ആഴത്തിലുള്ള നിരീക്ഷണം അല്ലെങ്കിൽ സർവേകളും മറ്റും നടത്തി പോന്നിരുന്നു. എന്നാൽ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനീസ് കപ്പലുകൾ പര്യവേഷണം നടത്തുന്നതിനെതിരെ ഇന്ത്യയും അമേരിക്കയും മേഖലയിലുള്ള ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ചെറു രാജ്യങ്ങൾക്ക് വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഇതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലും അതിനോടൊപ്പം ഇന്ത്യക്ക് ചില ആശങ്കകൾ ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവർ ആ തുറമുഖങ്ങളിലേക്ക് ചൈനീസ് കപ്പലിനെ അടുപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴക്കടൽ പരീക്ഷണങ്ങൾ നടത്താമെന്ന ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ്യാങ് ഹോങ് 3യുടെ ലക്ഷ്യം വിഫലമാകുകയാണ്. അങ്ങനെ മോദിയുടെ നിർദ്ദേശമനുസരിച്ച് ചൈനീസ് കപ്പലിന് ഒരു അനുമതിയും നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീലങ്ക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.